2018 ഞാൻ ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പോയിൻ്റ് ഒരു നിശ്ചിത നിലയിലെത്തി ഞാൻ അവിടെ സ്റ്റക്കായ സമയത്ത് ആലോചിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ട് എനിക്ക് കനേഡിയൻ പ്രോസസ്സിൻ്റെ അതുകൂടി സ്റ്റാർട്ട് ചെയ്തുകൂടാ. അങ്ങനെ ഞാൻ കനേഡിയൻ PR പ്രോസസ്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു റിസർച്ച് നടത്തി. അതിൻ്റെ പുറകെ അതിൻ്റെ പ്രോസസ്സ് കുറേയധികം ഞാൻ നടക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് അതിനെക്കുറിച്ചുള്ള പ്രോസസ്സിനെക്കുറിച്ചൊരു ധാരണ കിട്ടി. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയതും പിന്നീട് ഞാൻ നടത്തിയ റിസർച്ചുകളുടെയും ഒരു റിസൾട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്കെങ്ങനെ കനേഡിയൻ PR പ്രോസസ്സ് ആദ്യം തൊട്ട് അവസാനം വരെ ചെയ്യാം. നിങ്ങൾക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഒരു ഏജൻറ്റിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെത്താനെ ചെയ്യാൻ പറ്റും. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തുടർച്ചയായി വാച്ച് ചെയ്തോളുക. ഞാൻ സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോയെ. ഓരോ സെക്ഷൻസിലും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ആ സെക്ഷനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത് പോയി വാച്ച് ചെയ്തോളുക. അല്ലെങ്കിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ചെറിയൊരു മോട്ടിവേഷൻ, നിങ്ങൾക്ക് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ളതിന് ഒരു ചെറിയ മോട്ടിവേഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ് കൂടുതൽ നിങ്ങൾക്ക് കാനഡ പ്രിഫർ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം കോസ്റ്റ് ഓഫ് ലിവിങ്. ഓസ്ട്രേലിയയിൽ കഴിഞ്ഞും എന്തുകൊണ്ടും കോസ്റ്റ് ഓഫ് ലിവിങ് കുറവാണ്, എസ്പെഷ്യലി ഗ്രോസറിയും ഹൗസിങ്ങും ഒക്കെ തന്നെ കാനഡയിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ പോയി സെറ്റിലായി ആദ്യത്തെ സമയത്ത് സെറ്റിലാക്കി എടുക്കാനുള്ള ഈസിനെസ് കാനഡയിലാണ് ഓസ്ട്രേലിയ കഴിഞ്ഞും കൂടുതൽ. രണ്ടാമത്തത് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ. കാനഡയിലെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ആ പേര് പറയുന്നത് തന്നെ എല്ലാ കാര്യങ്ങളും അത് കവർ ചെയ്യും. പക്ഷേ ഓസ്ട്രേലിയയിലും ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ട്, അത് മെഡിക്കെയർ ആണ്. പക്ഷേ ഈ മെഡിക്കെയറിൽ നമ്മുടെ ഡ്രഗ്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റുള്ള മരുന്നുകളൊക്കെ ചില കാര്യങ്ങളൊക്കെ കവർ ചെയ്യാതെ വരികയൊക്കെ ചെയ്യും. പക്ഷേ കാനഡിയൻ സിസ്റ്റം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ആണ്, അത് എല്ലാം സപ്പോർട്ട് ചെയ്യും. മൂന്നാമത്തേത് ഇമിഗ്രേഷൻ പോളിസീസ്. കാനഡയുടെ ഇമിഗ്രേഷൻ പോളിസീസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നിങ്ങൾക്ക് എങ്ങനെ പെർമനൻറ്റ് റെസിഡൻസിയിലെത്താം, അതിനുശേഷം നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പിലേക്കുള്ള പാത്ത് വേയും വളരെ ക്ലിയർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് നിങ്ങളുടെ മുൻപിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് കണ്ടെത്താനും സാധിക്കും. എക്സ്പ്രസ് എൻട്രി സിസ്റ്റമാണ് സ്കിൽഡ് വർക്കർക്ക് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഓസ്ട്രേലിയയിലേക്കും പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ഉണ്ടെങ്കിലും ഓസ്ട്രേലിയയിലേക്കുള്ള മൈഗ്രേഷൻ്റെ പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ഇത്തിരി കൂടി കോമ്പറ്റേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഏജിനെയും വർക്ക് എക്സ്പീരിയൻസിനെയും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് ഓസ്ട്രേലിയയുടെ പോയിന്റ് ബേസ്ഡ് സിസ്റ്റം. അടുത്തത് ലാർജർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി കാനഡയിലുണ്ട്. അതായത് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് ഒരു വലിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സെറ്റിലാകാൻ അത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോബ് മാർക്കറ്റ്, അത് നിങ്ങൾ റിസർച്ച് നടത്തുക. ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ തന്നെ എല്ലാ ജോബുകൾക്കും മാർക്കറ്റുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്കിൽ എന്താണോ, നിങ്ങളുടെ ജോബ് എന്താണോ, അതിന് ഇൻ ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ റിസർച്ച് നടത്തി മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ ഡിസ്റ്റൻസ് ഫ്രം ഇന്ത്യ. ഓസ്ട്രേലിയയിലേക്കുള്ള ഡിസ്റ്റൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാനഡയിലേക്ക് ഡിസ്റ്റൻസ് കൂടുതലാണ് ജിയോഗ്രഫിക്കലി. അപ്പം സ്വാഭാവികമായും എയർ ഫെയറും ഒക്കെ തന്നെ കൂടുതലായിരിക്കും കാനഡയിലേക്ക് പോകുമ്പം ഓസ്ട്രേലിയയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അത് ഒന്ന് മനസ്സിൽ കരുതിയതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. അടുത്തത് ലൈഫ് സ്റ്റൈൽ. ഓസ്ട്രേലിയ അറിയപ്പെടുന്നത് തന്നെ ബീച്ചുകളുടെ ഒരു രാജ്യമായിട്ടാണ്. അതായത് ഓസ്ട്രേലിയ ചുറ്റപ്പെട്ടിരിക്കുന്നത് കടൽ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേറ്റിലും നമുക്ക് ഇഷ്ടംപോലെ ബീച്ചുകളുണ്ട്. അപ്പോൾ നമുക്ക് സ്വിമ്മേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഫിഷ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഒക്കെ തന്നെ അവർക്കൊക്കെ കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത് ഓസ്ട്രേലിയയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊന്നും കാനഡയിൽ ഇല്ലെന്നല്ല, പക്ഷേ ഓസ്ട്രേലിയയിലാണ് അതിൽ കൂടുതലുള്ളത്. അപ്പോൾ കാനഡയിൽ കൂടുതൽ മൾട്ടി കൾച്ചറലായിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള അർബൻ എക്സ്പീരിയൻസുകളാണ് കൂടുതലായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് PR പ്രോസസ്സിൻ്റെ സ്റ്റെപ്പുകളിലേക്ക് കടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അടിയിൽ. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പോയി നിങ്ങളുടെ ഓരോ റിക്വയർമെൻറ്റും എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് ആ വെബ്സൈറ്റിൽ പറയും. അതിനുശേഷം നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുകയും ക്യാഷ് വേസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. വേറെ കാര്യങ്ങൾ ചെയ്തുകൊള്ളുക, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യുക. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അടുത്ത സ്റ്റേജിലെ വീഡിയോ കണ്ടുകൊള്ളുക. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ പ്രോസസ്സ് ചെയ്യേണ്ടതെന്ന്. 2 കാര്യങ്ങളാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒന്ന്, ഇംഗ്ലീഷ് എക്സാം എഴുതുക. രണ്ടാമത്തേത്, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽസിനെ അസസ് ചെയ്യുക. കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 തരത്തിലുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്ത് പോയിന്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഒന്ന് ഫ്രഞ്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ്. സെൽപിപ്പ് ഓർ IELTS എന്നാണ് ഈ 2 എക്സാമുകളുടെയും പേര്. നിങ്ങൾ ആരെങ്കിലും ഫ്രഞ്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പോൾ സെൽപിപ്പ് ട്രൈ ചെയ്യുക. അതല്ല ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യേണ്ടതെങ്കിൽ IELTS എക്സാം എഴുതി അതിൻ്റെ എലിജിബിലിറ്റിയിലേക്ക് കടക്കുക. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിനെ അസസ് ചെയ്യുക. ഓസ്ട്രേലിയയുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു അതോറിറ്റി അവിടെയും ഉണ്ട്. ആ അതോറിറ്റി ഏതാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അവരുടെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിനെ അസസ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 2 പ്രോസസ്സും കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക.
ഒരു എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങളുടെ IELTS ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് അവിടെ സബ്മിറ്റ് ചെയ്യാൻ. ഈ പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇമിഗ്രേഷൻ പർപ്പസിന് വേണ്ടിയുള്ള ഒരു നിങ്ങളുടെ റെസ്യൂമെയാണ് ഈ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏജ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഇംഗ്ലീഷ് എബിലിറ്റീസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് ഓഫർ കാനഡയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ എന്ന് പറയുന്നത്. വൺസ് നിങ്ങൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻവിറ്റേഷൻ ടു അപ്ലൈ, ITA എന്നാണ് ഇതിന് പറയുന്ന പേര്. സ്കിൽഡ് മൈഗ്രേഷൻ കാറ്റഗറിയായ SC 189 പോലെ തന്നെ പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ് എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കോർ ഹൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഉടനെ തന്നെ കിട്ടും. നമ്പർ ഓഫ് പോയിന്റ്സ് നമുക്ക് കിട്ടാനുള്ള ഇൻവിറ്റേഷന് വേണ്ടിയുള്ളത് ഓരോ തവണയും മാറിക്കൊണ്ടിരിക്കും. അത് നമ്പർ ഓഫ് പീപ്പിൾ അപ്ലൈ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് നമ്പേഴ്സിനും അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാവണം. അതിനുവേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് ക്വിക്കായിട്ട് പറഞ്ഞേക്കാം. ഒന്നാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് പോലീസ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് 18 വയസ്സായതിനു ശേഷം നിങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്ത് പോയി 6 മാസത്തിനുള്ളിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒക്കെ പോലീസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. രണ്ടാമത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് IRCC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഈസി ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്ത് എടുക്കാൻ സാധിക്കും. മൂന്നാമത്തത് പ്രൂഫ് ഓഫ് ഫണ്ട്സ്. നിങ്ങൾ കാനഡയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിൽ ആവാനുള്ള സമയത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് ആവശ്യമുണ്ട്. അതിനായിട്ടുള്ള ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റി നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കണം. അതാണ് പ്രൂഫ് ഓഫ് ഫണ്ട്സ് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത്. നിങ്ങളുടെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ നമ്പർ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്യുന്ന എടുത്ത് ഇങ്ങോട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതുകൂടാതെ IRCC പറഞ്ഞിരിക്കുന്ന കുറേയധികം ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതേതാണെന്ന് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്ത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുക. അടുത്തത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ആൻഡ് ഡിസിഷൻ. നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ IRCC ഇതിനെ റിവ്യൂ ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കും. ഈ റിവ്യൂവിനും ഡിസിഷൻ എടുക്കാനും കുറേ അധികം നാളെടുക്കും, ചിലപ്പോൾ മാസങ്ങളോളം എടുത്തു. അവർ നിങ്ങളുടെ ആപ്ലിക്കേഷനെ അവരുടെ ക്രൈറ്റീരിയയ്ക്കും എലിജിബിലിറ്റിക്കും അനുസരിച്ച് അവർ റിവ്യൂ ചെയ്ത് നിങ്ങളോട് അതിൻ്റെ റിസൾട്ട് പറയും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ ഓഫ് പെർമനൻറ്റ് റെസിഡൻസി COPR നിങ്ങളുടെ കയ്യിൽ ഇമെയിലായിട്ട് വരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ പെർമനൻറ്റ് റെസിഡൻസ് ആയി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഡോക്യുമെൻ്റ് നിങ്ങളെ കാനഡയിലേക്ക് ട്രാവൽ ചെയ്യാൻ മറ്റൊന്നും കൂടാതെ ട്രാവൽ ചെയ്യാൻ എലിജിബിൾ ആക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്. നിങ്ങൾക്ക് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക തന്നെ. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏതൊക്കെയാണ് പ്രോസസ്സ്, നിങ്ങൾ ഏത് സ്റ്റേജിലാണുള്ളത്, ഏത് സ്റ്റേജിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റിനെ ഏൽപ്പിക്കുക ഈ പ്രോസസ്സ് ഒക്കെ തന്നെ. അതിനുശേഷം നിങ്ങളും ഈ പ്രോസസ്സ് മനസ്സിലാക്കിയിരിക്കുക, നിങ്ങളുടെ സ്റ്റാൻഡ് എവിടെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക, നിങ്ങളുടെ സ്കോർ എത്രയാണെന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്ക്. കാനഡയിലേക്ക് പോകാൻ നിൽക്കുന്നവർ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ്.